ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം ധ്യാനിക്കാം. ഇന്ന് വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ധ്യാനിക്കുക. അവിടെ യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, മനുഷ്യപുത്രൻ ആരാണ്? ജനങ്ങൾ ഇപ്രകാരം പറയുന്നു, സ്നാപയോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും. യേശു അവരോട് വീണ്ടും ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിഷ്യന്മാരെല്ലാവരും നിശബ്ദരായപ്പോൾ പത്രോസ് മാത്രം അഭിമാനപൂർവ്വം പറഞ്ഞു, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു ഉടനെ അവനോട് അരുൾ ചെയ്യുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തുന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. എത്രയോ ഉന്നതമായ കൃപാവരമാണ്, അനുഗ്രഹമാണ്, ശുശ്രൂഷയാണ്, ദൗത്യമാണ് യേശു പത്രോസിനെ ഏൽപ്പിക്കുക. വിശ്വാസ സാക്ഷ്യത്തിന് ക്രിസ്തു നൽകുന്ന ഉറപ്പാണ് അതെല്ലാം. അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ക്രിസ്തു ആരാണെന്ന് പ്രഖ്യാപിക്കുവാൻ സാധിക്കൂ. ശിമയോൻ പത്രോസ് ഈശോനോടൊപ്പം ആദ്യം മുതൽ യാത്ര ചെയ്തവനാണ്. ക്രിസ്തു ചെയ്യുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടവനാണ്. ക്രിസ്തുവിൻ്റെ വചന പ്രഘോഷണവും അവൻ തന്നോട് ചോദിക്കുന്നവർക്ക് ഉത്തരം നൽകുന്നതും അവൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതാ അവരോട് മാത്രമായി ചോദിച്ച ചോദ്യത്തിന് പത്രോസ് ഉത്തരം നൽകിയത് അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. ഇന്നത്തെ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ ചോദ്യം ക്രിസ്തു ചോദിക്കുന്നത് ഞാൻ നിനക്ക് ആരാണ് എന്നാണ്. ക്രിസ്തു നമുക്കാരാണ്? അവർക്കും അവനും രക്ഷകനും സൗഖ്യദായകനും വീണ്ടെടുപ്പിൻ്റെ അടയാളവും ഒക്കെ ആകണം. എന്നാൽ ക്രിസ്തു നമുക്ക് വ്യക്തിപരമായ ആരാണ്? ക്രിസ്തുവിനോടുള്ള ഒരു വ്യക്തിപരമായ ബന്ധവും സ്നേഹവും ഐക്യവും ബലവുമാണ് നമ്മെ കൂടുതൽ ക്രിസ്തു സാക്ഷികളായി നയിക്കേണ്ടത്. നാം വിശ്വാസത്തിൽ ആഴപ്പെടുന്നുവെങ്കിൽ, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നുവെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം നിലകൊള്ളുക തന്നെ ചെയ്യും. ക്രിസ്തു തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ ഇതേ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങേക്ക് ഇത് സംഭവിക്കരുത് എന്ന് പറയുന്നു. എന്നാൽ ക്രിസ്തു ഉടനെ പത്രോസിനെ ശാസിക്കുകയും ചെയ്യുന്നുണ്ട്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ് എന്ന് ക്രിസ്തു പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ചിന്തകൾ ദൈവികമാകണം. നാം മാനുഷിക തലത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മനസ്സിലേക്ക് ഉയരുന്ന കൃപയുടെ ബലമാണ് വിശ്വാസം. ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം അത് ധീരമായി സാക്ഷ്യം നൽകേണ്ടതാണ്. പത്രോസ് അഭിമാനപൂർവ്വം എല്ലാ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞു. ജീവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് പത്രോസ് തെളിയിച്ചു തന്നു. അത് സത്യവുമാണ്. ആ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുന്ന നമുക്ക് അനേകായിരങ്ങൾക്ക് അതേ വിശ്വാസത്തിൻ്റെ തീജ്വാല പകരാനും മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പകരാനും സാധ്യമാവുക തന്നെ ചെയ്യണം. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തുന്നത്. നാം ക്രിസ്തു സാക്ഷിയായി ജീവിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നെങ്കിൽ, നാം വിശ്വാസത്തിൽ നിലനിൽക്കുന്നെങ്കിൽ പോലും അത് നമ്മുടെ ശക്തി കൊണ്ടല്ല, പിതാവിൻ്റെ തിരുമനസ്സാണ് എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശക്തിയിലും ബലങ്ങളിലും ആശ്രയിച്ചു പോകാതെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആശ്രയിക്കുവാൻ, അവൻ്റെ തിരുഹിതത്തിന് വിധേയപ്പെടാൻ തിരുസഭ ഇന്ന് തിരുവചനത്തിലൂടെ നമ്മെ ക്ഷണിക്കുന്നു. പത്രോസ് തൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് ഏറ്റവും മഹത്തായ സാക്ഷ്യം നൽകി. ക്രിസ്തുവിനെ പ്രഘോഷിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, ജീവരക്തം നൽകിക്കൊണ്ട് അവൻ സത്യമായി ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് തെളിയിച്ചു. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതേ വിശ്വാസത്തോടെ ധീരതയോടെ ക്രിസ്തുവിന് സാക്ഷിയായി തീരുവാൻ, അവൻ ജീവിക്കുന്ന ദൈവമാണ് എന്ന് അഭിമാനപൂർവ്വം ഏറ്റുപറയുവാൻ ആത്മീയ കൃപയും ബലവും നമുക്കും പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ തളർന്നു പോകാത്ത വിധം ക്രിസ്തുവിൻ്റെ തിരുമുഖം നോക്കി യാത്ര ചെയ്യാൻ നമ്മെ എല്ലാവരെയും പ്രാപ്തരാക്കണമേ എന്ന് ഈ ദിനം യാചിക്കാം.
കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.